നമസ്കാരം. ഇന്ത്യയിൽ 2400 ഇന്ത്യക്കാർക്ക് ഒരു ഡോക്ടർ എന്നാണ് കണക്ക്. പക്ഷേ അമേരിക്കയിൽ 1325 അമേരിക്കക്കാർക്ക് ഒരു ഇന്ത്യൻ ഡോക്ടറുണ്ട്. ക്ലിനിക്കൽ ഓർത്തോപീഡിക്സ് ആൻഡ് റിലേറ്റഡ് റിസർച്ചിൽ വന്നൊരു പഠനമാണിത്. ഇവിടെ ന്യൂയോർക്കിലേക്ക് ചികിത്സയ്ക്കെത്തുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരെ ചികിത്സിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു പട്ടേലോ ശർമ്മയോ ഒരു ഖാനോ സിംഗോ ഒക്കെ ആയിരിക്കും. അമേരിക്കയിലെ ഫോർച്യൂൺ 500 കമ്പനികളിലെ 30% സിഇഒമാർ ഇന്ത്യൻ വംശജരാണ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മിക്ക മൾട്ടിനാഷണൽ കമ്പനികളും നയിക്കുന്നത് ഇന്ത്യൻ വംശജരാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിലും സയൻസ് മേഖലയിലുമൊക്കെ ഏറ്റവും അധികം ജോലി ചെയ്യുന്നതും ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ വംശജരായ നോബൽ പ്രൈസ് ജേതാക്കളിൽ ഏറിയ പങ്ക് ആൾക്കാരും ജീവിതകാലം ചെലവിട്ടതും ഇപ്പോൾ ജീവിക്കുന്നതും അമേരിക്കയിലാണ്. എന്തുകൊണ്ടാണിത്? ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ലാഭമാകുന്നത് എന്തുകൊണ്ടാണ്? കണക്കുകൾ തീരുന്നില്ല. വയോൺ ന്യൂസ് ചാനലിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 1996 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും 1ാം റാങ്കിൽ പാസ്സായവരിൽ 50%-ലേറെ ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും വിദേശ രാജ്യങ്ങളിലാണ്. തീർന്നില്ല. 2014 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് 23,000 ഇന്ത്യൻ മില്യനേഴ്സാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്നത്. 2019 മാത്രം 7,000 ഇന്ത്യൻ മില്യനേഴ്സാണ് ഇന്ത്യ വിട്ടുപോയത്. ഇത് ഇന്ത്യയിലെ മില്യനേഴ്സിൻ്റെ 2% എന്ന് ഓർക്കണം. 2020 ഒരു UN റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്നാഷണൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതായത് പൗരന്മാർ വിദേശത്ത് പോയി താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇവർക്കൊന്നും ദേശസ്നേഹമില്ലെന്നും ഇവരെ ശിക്ഷിക്കണമെന്നും ഇന്ത്യയിലേക്ക് കയറ്റരുതെന്നുമൊക്കെ കമൻറ്റ് ചെയ്യുന്നതിന് എളുപ്പമാണ്. പക്ഷേ ഇന്നത്തെ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിനും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല, ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ അവരായിരിക്കും ആദ്യം പോകുന്നത്. പക്ഷേ ഇതിനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം തേടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ വികസനത്തിൻ്റെ പാതയിൽ മുടന്തി നിൽക്കുന്നതെന്നും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളുമൊക്കെ വികസിത രാജ്യങ്ങളായി തുടരുന്നതും എന്നുള്ള കാരണത്തിലായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെയും അഭിപ്രായം. കാരണം രണ്ട് വ്യത്യസ്ത നയങ്ങളുള്ള രാജ്യങ്ങൾ, വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ആളുകളും രീതികളുമുള്ള രാജ്യങ്ങൾ. പക്ഷേ 2020 UN റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും അധികം ആളുകൾ പുറപ്പെട്ടു പോകുന്ന രാജ്യം ഇന്ത്യയാണെന്നിരിക്കെ ഏറ്റവും അധികം ആളുകൾ വന്നു ചേരുന്ന, ഏറ്റവും അധികം ഇമിഗ്രേഷൻ നടക്കുന്ന രാജ്യം US ആണ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ, എന്താണ് ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു കമ്പാരിസൺ നടത്തുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. മാത്രമല്ല 2030-40 കൂടിയൊക്കെ ഒരു വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്താൻ കഴിവുള്ള ഒരു രാജ്യം എന്ന് ഇന്ത്യയെ പലരും വിശേഷിപ്പിക്കുമ്പോൾ എന്താണ് അതിന് സഹായിക്കുന്നത് എന്ന ഘടകങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഈ രണ്ട് രാജ്യങ്ങളിലും ജീവിച്ച് പരിചയമുള്ള ആളെന്ന നിലയിൽ ഈ ഒരു കമ്പാരിസൺ നടത്തുന്നത് ശരിയാണ് എന്നാണ് എൻ്റെ പക്ഷം. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ലോകത്തിലെ ശക്തരായ 2 ജനാധിപത്യ രാജ്യങ്ങൾ, അതിലൊന്നിൽ ജനിച്ചു വളർന്നിട്ട് മറ്റൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ 2 രാജ്യങ്ങളും തമ്മിൽ രാത്രിയും പകലും എന്നതുപോലെ വ്യത്യാസമുള്ളതായി തോന്നിയിട്ടുണ്ട്. കണ്ട പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടിടത്തും ജനാധിപത്യമാണ്, രണ്ടിടത്തും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഭരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവും റോഡ് തടയുന്നതോ ഹർത്താൽ നടത്തുന്നതോ ഒരു സ്ഥാപനങ്ങൾ തല്ലിപ്പൊളിക്കുന്നതായി കണ്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലോ അവിടുത്തെ തൊഴിലാളി പ്രശ്നങ്ങളിലോ അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ യൂണിയനും അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവും ഇടപെടുന്നതായി കണ്ടിട്ടില്ല. ജോലി ലഭിക്കുന്നതിന് വേണ്ടിയോ ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് വേണ്ടിയോ ഒരു രാഷ്ട്രീയ നേതാവും ശുപാർശക്കത്ത് കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയ പ്രതിയെ ഇറക്കി വിടുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവും ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതായിട്ട് കേട്ടിട്ടില്ല. പാർട്ടിയെ പിടിക്കാതെ ഒരു സംരംഭവും വിജയിക്കില്ല എന്നുള്ളൊരു നാട്ടിൽ പഠിച്ചു കഴിഞ്ഞ വലിയ പ്രതീക്ഷകളിലൂടെ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള വലിയ ആശയങ്ങളോടുകൂടി ഇറങ്ങുന്ന യുവതലമുറ നിലനിൽക്കാത്തതിന് നമുക്ക് ആരെയാണ് കുറ്റം പറയാൻ സാധിക്കുന്നത്? ഒരു ജീവിതകാലം കൊണ്ട് കെട്ടിപ്പടുക്കുന്ന ഒരു സംരംഭവും പ്രതീക്ഷകളുമൊക്കെ ഒരു കൂട്ടം ആളുകൾ കൂട്ടം ചേർന്ന് ചില പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ വന്ന് ഏത് നിമിഷവും തല്ലിപ്പൊളിക്കാം എന്നുള്ളൊരവസ്ഥയിൽ യുവതലമുറ ആ നാട് വിട്ടു പോകുന്നതിന് നമുക്ക് ആരെയാണ് കുറ്റം പറയാൻ സാധിക്കുന്നത്? ഇന്ത്യയെപ്പോലെ ഇത്രയും അഴിമതി പൊതുജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാർ ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരെന്നും ഉദ്യോഗസ്ഥന്മാരെന്നും ഒക്കെ നമുക്ക് പറയാമെങ്കിലും ഏറ്റവും വലിയ അഴിമതിക്കാർ നമ്മൾ സാധാരണ ജനങ്ങൾ തന്നെയാണ്. ചെറിയ ചെറിയ കൈക്കൂലികൾ വാങ്ങി രാജ്യത്തെ മൊത്തത്തിൽ വിൽക്കുന്നവർ. ഒരു ഡ്രൈവറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവന് ഡ്രൈവ് ചെയ്യുന്നതിനുള്ള കഴിവും അനുഭവ പരിചയമുണ്ടോ എന്ന് നമ്മൾ നോക്കും.
പക്ഷേ നാടിനെ ഭരിക്കുന്നതിനുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവൻ സ്വന്തം സമുദായക്കാരനാണോ സ്വന്തം മതക്കാരനാണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് തന്നതിൻ്റെ പേര്, വീട്ടിൽ നടന്ന ഒരു ചടങ്ങിന് പങ്കെടുത്തതിൻ്റെ പേര് അടുത്ത 5 വർഷത്തേക്ക് നമ്മളെ ഭരിക്കുന്നതിനുള്ള അവകാശം മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുന്നവരാണ് നമ്മൾ. ഇത്തരം ചെറിയ ചെറിയ കൈക്കൂലികൾ വാങ്ങി ആ നാട്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനെ നമ്മളെടുത്ത് ഭരണത്തിൽ വെക്കും. എന്നിട്ട് അവർ അഴിമതി നടത്തുകയാണ് എന്ന് നമ്മൾ കംപ്ലൈൻറ്റ് പറയുകയും ചെയ്യും. ഒരു ഇലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥി എത്രമാത്രം ക്വാളിഫിക്കേഷനുള്ള ആളാണെന്നോ അടുത്ത 10 വർഷത്തേക്ക് നാടിൻ്റെ വികസന സങ്കല്പങ്ങൾ അദ്ദേഹത്തിനുള്ളത് എന്തൊക്കെയാണെന്നോ നമ്മൾ ചർച്ച ചെയ്യാറില്ല. അതിൽ നമുക്ക് താല്പര്യവുമില്ല. കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെക്കുന്ന ചുവപ്പ് നാടകൾ ഉള്ള നാട്. പല വികസിത രാജ്യങ്ങളും സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഓരോ വർഷം കഴിയും തോറും ലഘൂകരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് ഇന്നും ഒരു ബാലികേറാമലയായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയധികം ഇടനിലക്കാരുടെ ചൂഷണം നിലനിൽക്കുന്ന, കൈക്കൂലി പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നാട്ടിൽ നിന്ന് യുവാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുന്നത്? അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ നിലനിൽക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പലരിലും നടത്തിയ സർവേ വഴി തെളിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ. നിങ്ങൾക്കിവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകാം, ജോലിക്ക് പോകാം. ശനിയാഴ്ച ശബത്ത് ആചരിക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് പോകാം. മദ്രസകൾ നടത്താം, മതപഠനശാലകൾ നടത്താം. ഒരു മതത്തിലും വിശ്വസിക്കാതെയും ഇവിടെ ജീവിക്കാം. ആരും നിങ്ങളെ തടയുകയില്ല. ഇത്രയധികം സദാചാര പോലീസിങ് കുറവുള്ള, ഇത്രയധികം സെൻസർഷിപ്പ് കുറവുള്ള മറ്റൊരു രാജ്യമുണ്ടോ എന്നറിയില്ല. LGBTQ കമ്മ്യൂണിറ്റി വളരെ അഭിമാനത്തോടു കൂടി അവർ താമസിക്കുന്ന സ്ഥലത്തും അവർ നടത്തുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ അവരുടെ ഫ്ലാഗ് പ്രദർശിപ്പിക്കുന്നത് ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരു മാസം തന്നെ LGBTQ പ്രൈഡ് മന്ത് എന്നുള്ള പേരിൽ ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഞാനീ കൊടുക്കുന്ന സ്വാതന്ത്ര്യം പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറി പാർക്കുന്നവർക്ക് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു നാട്ടിൽ തന്നെ തലമുറകളായി ജീവിച്ചു വന്നവരോട് ഗോ ടു പാകിസ്ഥാൻ എന്ന് ആക്രോശം മുഴക്കുന്ന, പരസ്യ പ്രസ്താവന നടത്തുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഈ വ്യക്തി സ്വാതന്ത്ര്യം എത്രത്തോളം മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു നാടിൻ്റെ മുക്കിലും മൂലയിലും സദാചാര പോലീസിൻ്റെ നോട്ടമെത്തുന്ന, സ്വന്തം വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്നവർക്കും ഈ വ്യക്തി സ്വാതന്ത്ര്യം എത്രത്തോളം മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ദൈവവിശ്വാസം ഒരു തടസ്സമാണ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. പക്ഷേ മതം പലപ്പോഴും ഒരു തടസ്സമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ. കാരണം മതവും ഈശ്വരനും തമ്മിൽ 2 ദിശകളിൽ സഞ്ചാരം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ദൈവം ഒരിക്കലും തൻ്റെ നിലനിൽപ്പിനെ പറ്റി ആശങ്കാകുലനല്ല, പക്ഷേ മതമാണ്. ദൈവം ഒരിക്കലും രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ഒരു വജ്രായുധമല്ല, പക്ഷേ മതമാണ്. ദൈവം ഒരിക്കലും ഇലക്ഷന് സ്ഥാനാർത്ഥികളെ നിർത്താറില്ല, പക്ഷേ മതം നിർത്തും. മതം കൊന്നു തള്ളിയതിൻ്റെ അത്രയും ആളുകളെ മറ്റൊരു പ്രസ്ഥാനവും കൊന്നു തള്ളിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പല വികസിത രാജ്യങ്ങളിലും, അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങൾ, ആളുകൾക്കുള്ള മതവിശ്വാസം കുറഞ്ഞു ഓരോ വർഷവും കുറഞ്ഞു വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. പല രാജ്യങ്ങളും ചൊവ്വയിലുള്ള സെറ്റിൽമെൻറ്റിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്നോ പ്രാചീന കാലത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഇൻ്റർനെറ്റുകളും സോഷ്യൽ മീഡിയയുമൊക്കെ ടെക്നോളജിയുടെ വികസനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മതങ്ങൾ തമ്മിലടിക്കുന്നതിനുള്ള ഒരു ടൂള് മാത്രമായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ മതവിശ്വാസികളായ വിശുദ്ധന്മാരുടെ സോഷ്യൽ മീഡിയയിലെ തെറിവിളി കാരണം ഇന്ത്യയിലുള്ള ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ സെർവർ അടിച്ചു പോകാത്തതന്നെ വലിയ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. അടുത്ത ഒരു 10-20 വർഷത്തിനുള്ളിൽ ഒരു വികസിത രാജ്യമായി തീരുന്നതിനുള്ള എല്ലാ പൊട്ടൻഷ്യലുമുണ്ട് എന്ന് കരുതുന്ന ഇന്ത്യയുടെ മുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഈ വാളാണ് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സുകളിൽ വളർത്തിയെടുക്കുന്ന വർഗീയതയുടെ കലാപത്തിൻ്റെ വിഷവിത്തുകൾ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വ്യത്യസ്ത ആശയങ്ങളെ, അഭിപ്രായങ്ങളെ, വിമർശനങ്ങളെ ഒന്നും ഉൾക്കൊള്ളാതെ ഒരു ജനാധിപത്യ രാജ്യത്തിനും ഒരു വികസിത രാജ്യമായി മാറാൻ സാധിക്കില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പല രാജ്യങ്ങളിൽ നിന്നുള്ള പല മതക്കാരെ, പല ചിന്താഗതിക്കാരെ, ആശയക്കാരെയൊക്കെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. അതുതന്നെയാണ് അമേരിക്കയുടെ വിജയവും. അതല്ല, പല അഭിപ്രായങ്ങളെ, പല കമ്പാരിസൺസിനെയൊക്കെ ദേശദ്രോഹമെന്ന് മുദ്രകുത്തി ദേശസ്നേഹത്തിൻ്റെ ഊതുവീർപ്പിച്ച ഒരു ബലൂണിന് മുകളിൽ സ്വപ്നവും കണ്ട് നിങ്ങൾക്കിരിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ബലൂണിന് താഴെ നിന്നും കോമൺ സെൻസുള്ള, വ്യത്യസ്തമായ ചിന്താഗതിയുള്ള, ബിസിനസ് നടത്തുന്നതിനൊക്കെ താല്പര്യമുള്ള ഒരു എലൈറ്റ് വിഭാഗം ആളുകൾ ചോർന്നു പോകുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. ഒരുപക്ഷെ ആ വിഭാഗത്തെ ഇന്ത്യയിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നൊരു വികസിത രാജ്യമായി എന്നേ മാറിയേനെ. മറ്റൊരു വീഡിയോവുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ